പടച്ച തമ്പുരാനെ, ഈ എവിടുന്നാ സുന്ദര എന്റെ കുട്ടീനെയായിട്ട് വരുന്നേ? ബസ് സ്റ്റാൻഡിൽ വട്ടം കറങ്ങി നടക്കുകയായിരുന്നു. ഭാഗ്യത്തിനാണ് എൻ്റെ കണ്ണുപെട്ടത്. അല്ലെങ്കിൽ എന്താവും സ്ഥിതി? ചോദിച്ചിട്ട് ഇതുവരെ ളാവാന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. കേടൊന്നും കൂടാതെ നിങ്ങളെ ഏൽപ്പിച്ചു. ഞാൻ പോവാ. അപ്പൊ എന്ത് പണിയാ എന്റെ മോള് ചെയ്തത്? എനിക്ക് ഉപ്പാനെ കാണാൻ പൂതിയായിട്ടല്ലേ. എന്നാലും മോളെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആ വീട്ടിൽ കഴിഞ്ഞേക്കാളും നല്ലത് ആരെയും പിടിച്ചോണ്ടോകുക. ആരും അറിയാതെയാണോ മോള് പോകുന്നത്? ഞാൻ ഒളിച്ചു പോന്നതാ. ഇനി മോളെ എവിടെയും പോണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. വാ, നമുക്ക് ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ ഉണ്ടായിത്തരാട്ടോ. ഉമ്മ എപ്പോഴും ഉമ്മാനെ ചീത്ത പറയും, ഇങ്ങളെയും ചീത്ത പറയും. ഇപ്പൊ ഉമ്മ ആരോടൊന്നും മിണ്ടലില്ല, എപ്പോഴും കരഞ്ഞിരിക്കല. ഉമ്മമ്മേന്റെ വർത്താനം കേട്ട് ബറാക്ക എപ്പോഴും എന്നെ തല്ലും. ചീത്ത പറയാത്ത സമയമില്ല. വെള്ളിപ്പേക്കാളും വലിയ ആള് അക്ബറാക്കി അവിടെ. നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതല്ലേ ഇവിടെ നിൽക്കാൻ. അപ്പോൾ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞ് പോയതല്ലേ. സ്നേഹമുള്ളവരുടെ കൂടെ ജീവിക്കണം, അപ്പോഴേ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പഠിക്കുള്ളൂ. ആ അക്ബറോ, കേറിയിരിക്കേ. സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ഞാൻ പിന്നെ വരാം. ഓഹോ, എന്നാ ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താണാവോ? എന്റെ പെങ്ങളെ കുട്ടി ഇവിടെ ഉണ്ടോന്ന് അറിയണം. ഉണ്ടെങ്കിൽ അവളെ കൊണ്ടുപോകാൻ വന്നതാ. ആരും പുറത്തിറങ്ങണ്ട, ഇവിടെ നിന്നാ മതി. ഓഹോ, അളിയൻ ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ പെങ്ങളെ മോളെ. ഓഹോ, ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ, സമാധാനം. നിന്നെ കാണാത്ത മുതൽ നിന്റെ തള്ള അവിടെ തീ തിന്നോ. ഇങ്ങോട്ട് പാടി, വൃത്തിയായിട്ട സാധനം. ഈ കുട്ടി അവളുടെ ഉമ്മാന്റെ കൂടെയാണ് താമസിക്കാൻ പോണത്. അളിയന് മോളെ കണ്ടോണ്ടിരിക്കണം നിർബന്ധം ഉണ്ടെങ്കിലേ എന്റെ പെങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. ഐഡിയ കൊള്ളാം, പക്ഷേ സ്ട്രോങ് പോരാ. നല്ല സ്ട്രോങ് ആയ ഐഡിയയുമായി വാ. വീട്ടിൽ ചെന്ന് ചോദിക്ക് ഉമ്മാനോട്, ഉമ്മ പറഞ്ഞു തരും. മോളകത്ത് പോയിക്കോ. അളിയോ, എന്റെ പെങ്ങളെ ഒഴിവാക്കി മറ്റൊരുത്തേം കെട്ടി സുഖമായി കഴിയാനാണ് പദ്ധതിയെങ്കിൽ പറഞ്ഞേക്കാം, ഈ അക്ബറിന്റെ ശരിക്കുള്ള മുഖം നിങ്ങൾ കാണും. മൂക്കിനടിയിൽ ഒരു മീശ ഫിറ്റ് ചെയ്താൽ ആണാവില്ലടാ. പെണ്ണിനെ പറ്റാനുള്ള നട്ടല് വേണം, നട്ടല്. നീ ഇപ്പൊ പറഞ്ഞതേ വീട്ടിൽ ചെന്ന് നിന്റെ ബാപ്പാനോട് പറ. അങ്ങേർക്കാണത് കൂടുതൽ മാച്ചാവുക. ഈ വീട്ടിൽ മീശയുള്ളവരെല്ലാം ആണുങ്ങളാണെന്ന് കൂടുതൽ ബോധ്യപ്പെടുന്നതിന് മുമ്പ് അളിയൻ സ്ഥലം വിടാൻ നോക്കേ. എന്നെ തല്ലിയല്ലടാ. അതെ, വേണ്ടി വന്നാൽ ഇനിയും തല്ലും. ആഹാ, തല്ലോ, എന്നൊന്ന് തല്ല്. നീ എന്നെ വീണ്ടും തല്ലില്ലേ? ധൈര്യണ്ടേ ഒന്നുകൂടി തല്ല്. ഇതുകൊണ്ടൊന്നും ഞാൻ തോൽക്കൂലടാ. ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വേടാ വേടാ, സംഗതിയൊക്കെ ഞാൻ കണ്ട്. എൻ്റെ ജ്യേഷ്ഠനായിരിക്കും സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, പക്ഷെ മസിലിന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതുപോലെ ഒരു കേഡസൻ ഉമ്മാക്ക് കൊടുക്കാൻ ബാപ്പയോട് പറ. 1/2 ഡസൻ ആങ്ങളയുടെ വക പെങ്ങക്കും കൂടെ, എല്ലാ പ്രശ്നങ്ങളും തീരും. പോടാ പോടാ പോടാ. ഞാനരാ മോൻ.